വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രത്യേകത വ്യക്തതയാണ്. ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായിരിക്കും. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്ന പരാമർശങ്ങൾ തന്നെ അങ്ങനെയാണ്. ഒന്നുകറിയാം, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദ. വ്യക്തമായ തെളിവുകളും അതേപോലെ തന്നെ മാർഗദർശനവും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വളരെയധികം വ്യക്തതയോടുകൂടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ മറച്ചു വെക്കുന്നവർ, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഈ തൗഹീദിന് എന്തെങ്കിലും അവ്യക്തത ഉണ്ടായതുകൊണ്ടല്ല, അത് ഏതൊരാൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അമുസ്ലിമിനും മുസ്ലിമിനും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞത്. പക്ഷേ ബോധപൂർവം ചില ആളുകൾ, വിവരമുള്ളവർ, അത് മറച്ചു വെക്കാൻ വേണ്ടി ചില വസ്വാസുകൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ, നാം ഇറക്കിയ കാര്യങ്ങളെ മറച്ചു വെക്കുന്ന ആൾക്കാർ. അവർ ദുർവ്യാഖ്യാനം ചെയ്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി സത്യത്തെ മറച്ചു വെച്ച് അസത്യത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. അത് ആരാ ശ്രമിക്കുക എന്ന് നിങ്ങൾ? വിവരമുള്ളവരാ ശ്രമിക്കുക. അപ്പൊ നമുക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, വിവരം ഉണ്ടല്ലോ ഇയാൾക്ക്, ഇയാള് ശിർക്കിന് മറുപടി പറഞ്ഞ ആൾക്കാരല്ലേ, തൗഹീദിനെ പ്രതിരോധിച്ച ആളല്ലേ, ഇയാള് പണ്ഡിതനല്ലേ, ഇയാൾ നാട് മുഴുവൻ ആദർശം പ്രസംഗിച്ച പ്രസംഗകനല്ലേ, അപ്പൊ അയാളൊക്കെ എങ്ങനെ ഇങ്ങനെ തെറ്റായ കാര്യം പറയൂ? അതാണ് പണ്ഡിതന്മാരായ വിവരമുള്ള ആളുകൾ ഇത് മറച്ചു വെക്കും. ആ മറച്ചു വെക്കുന്നവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താ അറിയോ? ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുല്ലാഇനൂൻ. അവരെ എല്ലാവരും ശപിക്കും, അള്ളാഹു ശപിക്കും, ശപിക്കുന്ന എല്ലാവരും ശപിക്കുന്ന. വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് പ്രബോധന രംഗത്ത് ഈ തൗഹീദിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പല ആളുകളും തൗഹീദിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന പല ആളുകളും പിറകോട്ട് പോയി. ചില ആളുകൾ ആശയക്കുഴപ്പത്തിലായി, ചില ആളുകളാകെ വിഷമത്തിലായി. അവർ നന്നായി ബഹുമാനിച്ചിരുന്ന പല പണ്ഡിതന്മാരിൽ നിന്നും അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർ അങ്ങനെ പ്രയാസത്തിലായി. ആ ആശയക്കുഴപ്പത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് എന്തരങ്ങൾ. ചില പണ്ഡിതന്മാരിൽ നിന്ന് നമ്മൾ അവർ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞിരുന്ന ആളുകൾ അവരുടെ പ്രസംഗങ്ങൾ കൊണ്ട് അവർക്ക് തന്നെ മറുപടി പറയുന്ന ഒരവസ്ഥ. അവർ പറഞ്ഞ പ്രസംഗത്തിന് അവർ തന്നെ മറുപടി പറയുന്ന ക്ലിപ്പുകൾ ഒരുപക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ കാരണം അത്രമാത്രം വലിയ തട്ടിപ്പുകളാണ് ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ ഈ തൗഹീദിന്റെ രംഗത്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്.